തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും കേൾക്കാമെന്ന് വിചാരിക്കുന്നു. ഈ നോമ്പ് ഈ പ്രാർത്ഥനയിലേക്ക് ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ നോമ്പ് ആരാധനയിൽ, നോമ്പ് പ്രാർത്ഥനയിൽ, ലണ്ടൻ പ്രയറിൽ മുഖ്യ സന്ദേശം നൽകുന്നത് ബഹുമാനമുള്ള ബിജോ അച്ഛനാണ്. അച്ഛൻ ഇതിൽ പങ്കെടുക്കുന്നു. അച്ഛനെ ഏറെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. നോമ്പ് നമ്മുടെ ജീവിതത്തിൽ നൽകുന്നതായ പുതിയ ചിന്തകൾ, പുതിയ ആഹ്വാനങ്ങൾ, അത് ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിന്, ദൈവത്തോട് ചേർന്ന് ജീവിതം നയിക്കുന്നതിനൊക്കെ മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. ഈ നോമ്പ് ലണ്ടൻ പ്രയറിൽ വിവിധ ഭാഗങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വിവിധ ആളുകളാണ്. അവരൊക്കെയും കൃത്യസമയത്ത് ആ ഉത്തരവാദിത്തങ്ങൾ ചെയ്യണമെന്ന് കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം. ഇന്നത്തെ പ്രാർത്ഥന ആരംഭിക്കുകയാണ്. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ രാത്രിയുടെ ഈ നല്ല നിമിഷങ്ങൾക്കായിട്ട് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് ഇവിടെ ആയിരിക്കാൻ തക്കോണം ദൈവമേ നീ ഇടയാക്കുന്നുവല്ലോ. ഈ വൈകിയ വേളയിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ നോമ്പിനോടുള്ള ബന്ധത്തിൽ കൂട്ടായ്മ ആചരിപ്പാൻ തക്കോണം ദൈവമേ നീ ഞങ്ങളെ ഇടയാക്കുന്നുവല്ലോ. കർത്താവേ, നോമ്പ് അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതിനും ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹപൂർണമാക്കുന്നതിനും ദൈവമേ നീ മുഖാന്തരമാക്കി തീർക്കണം. ഞങ്ങൾ കേൾക്കുന്ന വചനം ഉൾക്കൊള്ളുവാൻ, ആ വചനം അനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങളെ നീ സഹായിക്കണം. ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ഏവരെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ജോയിൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരെ ദൈവമേ നീ കൂട്ടിവരുത്തണം. ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിന്റെ വചനം കേൾക്കുവാൻ, ആ വചനത്തോട് അനുരൂപപ്പെടുവാൻ ഞങ്ങളെ നീ സഹായിക്കണം. ഞങ്ങളുടെ ജീവിത ഇടങ്ങളെ, ജീവിത അനുഭവങ്ങളെയൊക്കെ അനുഗ്രഹിക്കണം. നിന്റെ കൃപയിൽ ഞങ്ങളെ കാത്തു പരിപാലിക്കണം. ഇന്ന് ഞങ്ങളുടെ മധ്യത്തിലായിരിക്കുന്ന ബഹുമാനമുള്ള അച്ഛനെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അച്ഛനിൽ നിന്ന് ഞങ്ങൾ കേൾക്കുന്നതായ തിരുവചനം ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ തക്കോണം സഹായിക്കണം. ഞങ്ങളെ തന്നെ നിന്റെ കരങ്ങളിൽ താഴ്ത്തി ഫലമേൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടനായ സ്തോത്രം യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ഇന്ന് പാട്ടുകൾക്ക് നേതൃത്വം നൽകുന്നത് മിഥുനും കുടുംബവുമാണ്. പ്രത്യേകിച്ച് അതിനുവേണ്ടി മിഥുനെയും കുടുംബത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. കേൾക്കാം, ക്ലിയർ ആണ്. ദൈവനാമത്തിനുണ്ടാകട്ടെ. എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. എല്ലാവരും ആയിരിക്കുന്ന സ്ഥാനത്ത് കൂടെ പാടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യത്തെ പാട്ട് പാടാൻ പോകുന്നത് കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ കണ്ടാകുന്നു. എല്ലാവർക്കും ചേർന്ന് പാടാം. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ കണ്ടാകുന്നു. കാണുന്നു എൻ മുൻപിൽ ചെങ്കടൽ കണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നവോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നവോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ രണ്ടാകുന്നു. ഉയർന്നു നിന്നാലോ അതിന്മേലെ സാരമില്ല. ഉയർന്നു നിന്നാലോ അതിന്മേലെ സാരമില്ല. ഒന്നിച്ചു നാം ആത്തിടുമ്പോ വന്മതിൽ വീഴും കാറ്റുവട്ടിൽ. ഒന്നിച്ചു നാം ആത്തിടുമ്പോ വന്മതിൽ വീഴും കാറ്റുവട്ടിൽ.
ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. അഗ്നിയിൽ നാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിൽ നാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന PIT അത് കുഴപ്പമില്ല. കൂടെയുണ്ട്. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന സർവശക്തൻ കൂടെയുണ്ട്. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. നാളായാലോ നാറ്റം വമിച്ചാലോ കല്ലറ മുൻപിൽ കർത്തൻ വരൂ. നാളായാലോ നാറ്റം വമിച്ചാലോ കല്ലറ മുൻപിൽ കർത്തൻ വരൂ. വിശ്വസിച്ചാൽ നീ മഹത്വം കാണൂ. സാത്താന്റെ പ്രവൃത്തികൾ തകർന്നിടും. വിശ്വസിച്ചാൽ നീ മഹത്വം കാണൂ. സാത്താന്റെ പ്രവൃത്തികൾ തകർന്നിടും. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നവോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. അടുത്ത ഗാനം ജീവന്റെ ഉറവിടം ക്രിസ്തു അത്രേ, നാവിനാൽ അവൻ എന്നെ നാം ഘോഷിക്കാം. ജീവന്റെ ഉറവിടം ക്രിസ്തു അത്രേ. ജീവന്റെ ഉറവിടം ക്രിസ്തു അത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനാത്രേ പാപങ്ങളെ തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനാത്രേ പാപങ്ങളെ തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. താഴ്ചയിൽ എനിക്കവൻ തണലേകി, താങ്ങിന്റെ വീഴ്ചയിൽ വഴി നടത്തി. തുടച്ചെന്റെ കണ്ണൂരിൽ പൊൻകരത്താൽ തുടിക്കുന്നൻ മനം സ്വർഗ സന്തോഷത്താൽ. തുടച്ചെന്റെ കണ്ണൂരിൽ പൊൻകരത്താൽ തുടിക്കുന്നൻ മനം സ്വർഗ സന്തോഷത്താൽ. കഴിവിന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനാത്രേ പാപങ്ങളെ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു.
ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ നാവിനാലവനെ ഘോഷിക്കാം അവനാത്രേ ജീവനവനെയും വീണ്ടെടുത്തു നമുക്ക് വിശുദ്ധന്മാരാ അലങ്കൃതമായ തിരുവചന അനുദിനം തരുമവൻ പൊതുശക്തിയാ അനുഭവിക്കും അതിസന്തോഷത്താൽ അനുദിനം തരുമവൻ പൊതുശക്തിയാ അനുഭവിക്കും അതിസന്തോഷത്താൽ ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ നാവിനാലവനെ ഘോഷിക്കാം അവനാത്രേ ജീവനാലെയും വീണ്ടെടുത്തു അവനാത്രേ ജീവനാലെയും വീണ്ടെടുത്തു. അടുത്ത ഗാനം മൽപ്രിയനെ ഇന്നേശു നായകനെ എപ്പോൾ വരും. മൽപ്രിയനെ ഇന്നേശു നായകനെ എപ്പോൾ വരും എന്നുള്ളത്. മൽപ്രിയനെ എന്നേശു നായകനെ എപ്പോൾ വരും. മൽപ്രിയനെ എന്നേശു നായകനെ എപ്പോൾ വരും. തുടച്ചിടുവാൻ അങ്ങേ ആശ്ലേഷിപ്പാൻ കണ്ണെ തുടച്ചിടുവാൻ അങ്ങേ ആശ്ലേഷിപ്പാൻ എന്റെ ശോഭേ വനമേഘേ വേഗം വന്നിടണേ. എന്റെ ശോഭേ വനമേഘേ വേഗം വന്നിടണേ. മധ്യാകാശേ സ്വർഗീയ ദൂതരുമാ വന്നിടുമ്പോൾ മധ്യാകാശേ സ്വർഗീയ ദൂതരുമാ വന്നിടുമ്പോൾ എനിക്കായി ഓറി വേണ്ടതാ ആ പൊന്മുഖമുത്തുവാൻ. എനിക്കായി ഓറി വേണ്ടതാ ആ പൊന്മുഖമുത്തുവാൻ. വെള്ളത്തിനായി കേളുന്ന വേഴാമ്പൽ വാഞ്ചിക്കുന്നേ. വെള്ളത്തിനായി കേളുന്ന വേഴാമ്പൽ വാഞ്ചിക്കുന്നേ. മൽപ്രിയനേ എന്നേശു നായകനേ എപ്പോൾ വരും. വെണ്മവസ്ത്രം ധരിച്ചു വിശുദ്ധ സംഗമത്തിൽ. വെണ്മവസ്ത്രം ധരിച്ചു വിശുദ്ധ സംഗമത്തിൽ. ചേർന്നു നിസ്സവിധേ വന്നു ഹല്ലേലൂയ പാടുവാൻ. ചേർന്നു നിസ്സവിധേ വന്നു ഹല്ലേലൂയ പാടുവാൻ. ബുദ്ധിയുള്ള നിർമ്മല കന്യകോ ഒരുങ്ങുന്നേ. ബുദ്ധിയുള്ള നിർമ്മല കന്യകോ ഒരുങ്ങുന്നേ. മൽപ്രിയനേ എന്നേശു നായകനേ എപ്പോൾ
സൂര്യചന്ദ്ര താരങ്ങളെ കടന്നു സ്വർഗനാട്ടിൽ സൂര്യചന്ദ്ര താരങ്ങളെ കടന്നു സ്വർഗനാട്ടിൽ അപ്പാടും ഗുണവിധിയിലെ ജീവവൃക്ഷത്തിൻ തണലിൽ അപ്പാടും ഗുണവിധിയിലെ ജീവവൃക്ഷത്തിൻ തണലിൽ എൻ സ്വർഗ്ഗത്തിൽ എത്തുവാൻ കൊതിച്ചിടുന്നേ എൻ മണാളാം എൻ സ്വർഗ്ഗത്തിൽ എത്തുവാൻ കൊതിച്ചിടുന്നേ എൻ മണാളാം പ്രിയനേ എന്നേശുനായകനേ എപ്പോൾ വരും പ്രിയനേ എന്നേശുനായകനേ എപ്പോൾ വരും. ഇന്ന് ഈ ഇപ്പോൾ സങ്കീർത്തനം വായിക്കാം, അതിനുശേഷം ഇന്നത്തേക്കുള്ള ലെസൺ വായിക്കുന്നതായിരിക്കും. ഈ സന്ധ്യാധ്യാനത്തിലേക്ക് നിശ്ചയിച്ചിരിക്കുന്ന സങ്കീർത്തനം 51, സാംസ് 51. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണമേ. എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എന്റെ പാപം എപ്പോഴും എന്റെ മുൻപിൽ ഇരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് ഇഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായിരിക്കേണ്ടതും തന്നെ. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. സന്തോഷവും ആനന്ദവും എനിക്ക് കേൾക്കുമാറാക്കണമേ. നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. എന്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിന്റെ മുഖം മറയ്ക്കണമേ. എന്റെ അകൃത്യങ്ങളൊക്കെയും മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും വരുതേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സുരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും. പാപികൾ നിങ്ങളിലേക്ക് മനം തിരിയും. നിന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തപാതത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എന്നാൽ എന്റെ നാവ് നിന്റെ നീതിയെ ഘോഷിക്കും. കർത്താവെ, എന്റെ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ എന്റെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. ഹന്യാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. ദൈവത്തിന്റെ ഹന്യാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സും തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. നിന്റെ പ്രസാദ പ്രകാരം സീയോനോട് നന്മ ചെയ്യണമേ. യെരൂശലേമിന്റെ മതിലുകളെ പണിയണമേ. അപ്പോൾ നീ നീതിയാഗങ്ങളിലും ഹോമയാഗങ്ങളിലും സർവാംഗ ഹോമങ്ങളിലും പ്രസാദിക്കും. അപ്പോൾ നിന്റെ യാഗപീഠത്തിന്മേൽ കാളകളെ അർപ്പിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ഇപ്പോൾ ഇന്നത്തേക്കുള്ള ലെസൺ വായിച്ചു കേൾക്കാം. Lesson for today evening is taken from the book of Daniel. Book of Daniel, chapter 6, verses 10 to 22. Book of Daniel, chapter 6, verses 10 to 22. Now when Daniel knew that the writing was signed, he went home, and in his upper room, with his windows open towards Jerusalem, he knelt down on his knees 3 times that day, and prayed and gave thanks before his God, as was his custom since early days. Then these men assembled and found Daniel praying
and making supplication before his God. And they went before the king and spoke concerning the king's decree. Have you not signed a decree that every man who petitions any god or man within 30 days, except you, O king, shall be cast into the den of lions? The king answered and said, the thing is true, according to the law of the Medes and Persians, which does not alter. So they answered and said before the king, that Daniel, who is one of the captives from Judah, does not show due regard for you, O king, or for the decree that you have signed, but makes his petition 3 times a day. And the king, when he heard these words, was greatly displeased with himself, and set his heart on Daniel to deliver him. And he labored till the going down of the sun to deliver him. Then these men approached the king and said to the king, know, O king, that it is the law of the Medes and Persians that no decree or statute which the king establishes may be changed. So the king gave the command, and they brought Daniel and cast him into the den of lions. But the king spoke, saying to Daniel, your God, whom you serve continually, he will deliver you. Then a stone was brought and laid on the mouth of the den, and the king sealed it with his own signet ring and with the signets of his lords, that the purpose concerning Daniel might not be changed. Now the king went to his palace and spent the night fasting, and no musicians were brought before him. Also his sleep went from him. Then the king arose very early in the morning and went in haste to the den of lions. And when he came to the den, he cried out with a lamenting voice to Daniel. The king spoke, saying to Daniel, Daniel, servant of the living God, has your God, whom you serve continually, been able to deliver you from the lions? Then Daniel said to the king, O king, live forever. My God sent his angel and shut the lions' mouths, so that they have not hurt me, because I was found innocent before him. And also, O king, I have done no wrong before you. Here ends the list. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ഈ ലണ്ടൻ പ്രയർ മീറ്റിംഗിലേക്ക് ഏവരെയും ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ലണ്ടൻ ഓൺലൈൻ പ്രയർ മീറ്റിംഗിന്റെ 1ാം ദിനമാകുന്നുവല്ലോ. ഇതിൽ കടന്നു വന്ന ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ മധ്യത്തിൽ മുഖ്യ അതിഥിയായി കടന്നു വന്നിരിക്കുന്നത് ബഹുമാനമുള്ള വിജോ അച്ഛനാണ്. അച്ഛൻ ഇപ്പോൾ നമ്മുടെ വെല്ലൂർ മിഷന്റെ മിഷണറി ഇൻചാർജായിട്ട് ഈ നാളുകളിൽ പ്രവർത്തിച്ചു വരുന്നു. അച്ഛൻ നമുക്കറിയാവുന്നതുപോലെ വെല്ലൂരിലുള്ള നമ്മുടെ ഗൈഡൻസ് സെന്ററിന്റെ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ വെല്ലൂർ CMC ഹോസ്പിറ്റലിന്റെ ചാപ്ലൻസി ഡിപ്പാർട്ട്മെന്റിനോടുള്ള ബന്ധത്തിലും ഈ നാളുകളിൽ പ്രവർത്തിച്ചു വരുന്നു. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ വെല്ലൂര് നമ്മുടെ ഒരു ഗൈഡൻസ് സെന്റർ ഉണ്ട്. പ്രത്യേകിച്ച് CMC ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിനായിട്ടൊക്കെയും ചെല്ലുന്ന ആളുകൾക്ക് അവിടെ താമസിക്കുവാനും ട്രീറ്റ്മെന്റ് ചെയ്യുവാനും ഒക്കെ ഉള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ആ ഗൈഡൻസ് സെന്റർ പ്രവർത്തിക്കുന്നത്. അച്ഛൻ ഈ നാളുകളിൽ ആ ഗൈഡൻസ് സെന്ററിന്റെ ഡയറക്ടറായിട്ട് അച്ഛൻ പ്രവർത്തിച്ചു വരുന്നു. തിരക്കേറിയ പ്രവർത്തനത്തിന്റെ മധ്യത്തിലും അച്ഛൻ നമ്മുടെ ഈ ഓൺലൈൻ പ്രയർ മീറ്റിംഗിൽ മെസ്സേജ് നൽകാമെന്ന് അച്ഛൻ സമ്മതിച്ചു. അച്ഛൻ വെച്ചുച്ചിറ ഇടവാംഗമാണ്. അച്ഛന്റെ കൊച്ചമ്മ കൃപ, അവര് 2021 മുതൽ ഈ ബത്സൈദ ഗൈഡൻസ് സെന്ററിന്റെ ഡയറക്ടറായിട്ടും അതോടൊപ്പം വെല്ലൂര് CMCയുടെ ചാപ്ലൻസി ഡിപ്പാർട്ട്മെന്റിലും പ്രവർത്തിച്ചു വരുന്നു. അച്ഛൻ ഇന്നത്തെ ഈ ഓൺലൈൻ ലണ്ടൻ പ്രയറിൽ അച്ഛൻ പങ്കെടുക്കുന്നു. ഏറെ സന്തോഷത്തോടും ഏറെ സ്നേഹത്തോടും അച്ഛനെ ഈ ഓൺലൈൻ പ്രയർ മീറ്റിംഗിലേക്ക് ഇടവകയുടെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം അച്ഛ. അടുത്ത പാട്ടിന് ശേഷം അച്ഛൻ വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നു. അടുത്ത പാട്ട് മിഥുൻ ആൻഡ് ഫാമിലി ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. അടുത്ത പാട്ട്
ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവർ എന്നോട് മത്സരിക്കുന്നു. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവർ എന്നോട് മത്സരിക്കുന്നു. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവർ എന്നോട് മത്സരിക്കുന്നു. കാളവന്റെ ഉടയവന്റെ, കഴുതവന്റെ യജമാനന്റെ, പുൽത്തൊട്ടി അറിയുന്നല്ലോ, അറിയുന്നില്ല. കാളവന്റെ ഉടയവന്റെ, കഴുതവന്റെ യജമാനന്റെ, പുൽത്തൊട്ടി അറിയുന്നല്ലോ, അറിയുന്നില്ല. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവർ എന്നോട് മത്സരിക്കുന്നു. അകൃത്യഭാരം ചുമക്കും ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ മക്കൾ, വശരായി നടക്കുന്നവർ ദൈവമാരെന്നറിയുന്നില്ല. അകൃത്യഭാരം ചുമക്കും ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ മക്കൾ, വശരായി നടക്കുന്നവർ ദൈവമാരെന്നറിയുന്നില്ല. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവർ എന്നോട് മത്സരിക്കുന്നു. ആകാശത്തിൻ്റെ ഞാനയോ, കോക്കോമിവൽ പക്ഷിയോ, അവ തന്റെ കാലമറിയോ, ജനമറിയുന്നില്ല. ആകാശത്തിൻ്റെ ഞാനയോ, കോക്കോമിവൽ പക്ഷിയോ, അവ തന്റെ കാലമറിയോ, ജനമറിയുന്നില്ല. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവർ എന്നോട് മത്സരിക്കുന്നു. അവർ എന്നോട് മത്സരിക്കുന്നു. ബഹുമാനമുള്ള അച്ഛൻ ഇപ്പോൾ തിരുവചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കേൾക്കാമല്ലോ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ സന്ധ്യയെങ്കിൽ ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം വലിയവനായ ദൈവം അനുവദിക്കുന്നതായ വിധങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, നന്ദി അർപ്പിക്കുന്നു. ഈ സന്ധ്യയെങ്കിൽ വിദൂരതയിൽ നിന്ന് നിങ്ങളോടൊപ്പം സമീപസ്ഥനായി ആരാധന സമൂഹത്തിന്റെ ഭാഗമായി ഇരിക്കുവാൻ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ സാധ്യമാകുന്നതിൽ ഞാൻ ദൈവത്തിന് സ്തുതി കരേറ്റുന്നു. പ്രത്യേകാൽ എന്നെ ഈ നിയോഗം ഏൽപ്പിച്ച ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള സഹോദര തുല്യം സ്നേഹിക്കുന്ന പ്രിയ ജെറിൻ അച്ഛനോടും ചർച്ച് കമ്മിറ്റിയോടുള്ള നന്ദി അറിയിക്കട്ടെ.
സൺഡേ സ്കൂൾ ക്യാമ്പിൽ നിന്ന് ആരംഭിച്ചതായ ഒരു സ്നേഹബന്ധം ഈ ശുശ്രൂഷയിൽ ഞങ്ങൾക്ക് ഒന്നിച്ച് നിലനിൽപ്പാൻ തക്കവണ്ണം ദൈവം സഹായിക്കുന്ന ഓർത്തും ദൈവത്തിന് നന്ദി കരയറ്റുന്നു. ബത്സേദയിൽ അച്ഛന് അനുഗ്രഹീതമായ ശുശ്രൂഷ നിർവഹിച്ചു. അതിനുശേഷം അച്ഛൻ മാർത്തോമ സെമിനാരിയിൽ പഠിച്ചു. തുടർന്ന് അച്ഛൻ്റെ ജൂനിയറായിട്ട് കോട്ടയത്ത് വൈദിക സെമിനാരിയിൽ പഠിക്കുവാനൊക്കെയുള്ള ഭാഗ്യം ലഭിച്ചു. അച്ഛൻ്റെ അനുഗ്രഹീതമായ ശുശ്രൂഷയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക ഹൈദരാബാദ് ഇടവക വെല്ലൂർ ബത്സേദ ഗൈഡൻസ് സെന്ററിന്റെ പ്രവർത്തനങ്ങളിൽ നൽകുന്ന എല്ലാ പിന്തുണയ്ക്കും പ്രോത്സാഹനത്തിനും പ്രാർത്ഥനയ്ക്കും ഞാൻ അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്നു. പ്രത്യേക നന്ദി അറിയിക്കട്ടെ. ഈ നാളുകളിൽ അച്ഛൻ എന്നെ പരിചയപ്പെടുത്തിയല്ലോ. കൂടുതലായി ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. ഈ 3-ാമത്തെ വർഷത്തിലാണ് ഞങ്ങൾ ഇവിടെ ശുശ്രൂഷയിലായിരിക്കുന്നത്. ഈ 3 വർഷക്കാലം പ്രത്യേക അനുഭവിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നതോടൊപ്പം ഹൈദരാബാദ് ഇടവകയിൽ നിന്ന് പല ആളുകൾ ചികിത്സയ്ക്കായി മറ്റും കടന്നു വരികയും ബത്സേദയിൽ താമസിക്കുകയും ഈ ഭവനത്തിന്റെ കൂട്ടായ്മയിലൊക്കെ ഭാഗമാകുകയും ചെയ്തിട്ടുണ്ട്. തങ്ങളാൽ ആവോളം സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവരെല്ലാം നന്ദിയോടെ ഓർക്കുകയും നൽകുന്ന എല്ലാ പിന്തുണയ്ക്ക് നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. ബത്സേദ ഗൈഡൻസ് സെന്ററിന്റെ ശുശ്രൂഷയെ കുറിച്ച് നിങ്ങളോട് വിശദമായി പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും ബത്സേദയുടെ ശുശ്രൂഷ അറിയാമല്ലോ. 1999 അഭിമന്യ സാം മാത്യു തിരുമേനിയുടെയും ഈപ്പൻ ജോണച്ചന്റെയും ദർശനത്തിന്റെ ഫലമായി വെല്ലൂരിൽ CMCയിൽ ചികിത്സയ്ക്കായി കടന്നു വരുന്ന നിർധനരായ പ്രത്യേക രോഗികളായ പ്രിയപ്പെട്ടവർക്ക് വളരെ തുച്ഛമായ നിരക്കിൽ താമസിച്ച് ചികിത്സ നിർവഹിക്കുന്നതിന് വേണ്ടി ഇടവക മിഷൻ ബോർഡിന്റെ കീഴിൽ ആരംഭിച്ചതായ സ്ഥാപനമാണ് വെല്ലൂർ ബത്സേദ ഗൈഡൻസ് സെന്റർ. ദൈവകൃപയാൽ 24 വർഷക്കാലം പിന്നിടുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിന് ലഭിച്ചതായ വലിയ കൃപകൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ക്യാൻസർ എന്ന രോഗം പകർച്ചവ്യാധി പോലെ പടരുന്ന കാലഘട്ടത്തിൽ അനേകായിരങ്ങൾ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ചികിത്സാർത്ഥം ഇവിടെ കടന്നു വരുന്നു. അനേകര് ഈ ഭവനത്തിൽ താമസിച്ച ദൈവത്തെ അറിയുവാനും ദൈവകൃപ അനുഭവിപ്പാനും സൗഖ്യത്തിന്റെ അനുഭവത്തിന്റെ സാക്ഷികളാകുവാനും ഒക്കെ 24 വർഷങ്ങളിൽ അനേകർക്ക് സാധ്യമായിട്ടുണ്ട്. അത് അനേകരുടെ സാക്ഷ്യമാണ്. ദൈവത്തെ നമ്മൾ ഇവിടെ ഡയറക്റ്റ് മിഷൻ വർക്കല്ല ചെയ്തെങ്കിലും നമ്മുടെ ശുശ്രൂഷയിലൂടെ പല ആളുകളും കർത്താവിനെ കണ്ടെത്തുന്നതായ സാഹചര്യ അനുഭവങ്ങൾ ഉണ്ട്. അത് നിങ്ങൾക്കും അറിയാവുന്ന സംഗതിയാണ്. അതുകൊണ്ട് തുടർന്നും ഈ ശുശ്രൂഷ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈ കാലങ്ങളിൽ ഈ വലിയ ശുശ്രൂഷ ഇത് ഏറ്റവും ആവശ്യകതയുള്ള ഒരു സംഗതി തന്നെയാണ്. കാരണം മുമ്പേ ഓർമ്മിപ്പിച്ചതുപോലെ ക്യാൻസർ എന്ന രോഗം പകർച്ചവ്യാധി പോലെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രായഭേദമന്യേ അനേകം രോഗത്തിന്റെ പ്രയാസത്തിൽ കടന്നു പോകുന്നു. ഇന്ന് 2 വയസ്സുള്ള ഒരു കുഞ്ഞു മുതൽ 75 വയസ്സുള്ള വാർദ്ധക്യത്തിലൊരു മാതാവ് വരെ ഇന്ന് ഈ സന്ധ്യകൾ നമ്മോടൊപ്പം ഈ ഭവനത്തിൽ പാർക്കുന്നുണ്ട്. അപ്പോൾ ഈ രോഗത്തിന്റെ അത് ഒരു തടസ്സമല്ല, ആർക്കും എപ്പോഴും വരാം എന്നൊരു സാഹചര്യമാണ്. അതുകൊണ്ട് പ്രിയരെ, ആരോഗ്യത്തോടെ ദൈവം നമുക്ക് അല്പസമയം തരുന്നുവെങ്കിൽ അത് ദൈവകൃപയോടെ ദൈവത്തിന് നന്ദി അർപ്പിച്ച് ദൈവ സ്നേഹത്തിൽ നിലനിൽപ്പാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധ്യമാകട്ടെ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ നിങ്ങൾക്കറിയാവുന്നതുപോലെ ബത്സേദ താമസിച്ച് ചികിത്സിക്കുവാനുള്ള സൗകര്യങ്ങൾ ഇവിടെ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രാർത്ഥനയുടെ ഒരു വലങ്കരം ബത്സേദ ഇവിടെ വരുന്ന പ്രിയപ്പെട്ടവർക്ക് എന്നും വൈകിട്ട് 7:30 പ്രാർത്ഥന കൂട്ടായ്മ ഇവിടെ നടത്തപ്പെടുന്നുണ്ട്. അതോടൊപ്പം കൗൺസിലിംഗ് ആവശ്യമുള്ളവർക്ക് അപ്രകാരമുള്ള ക്രമീകരണങ്ങളും ചെയ്യുന്നു. അങ്ങനെയാണ് ബത്സേദയുടെ ശുശ്രൂഷ ഇവിടെ നടക്കുന്നത്. അതോടൊപ്പം ഇവിടെ വരുന്ന എല്ലാവരും തന്നെ നിർധനരായ രോഗികളാണ്. ചികിത്സിക്കുവാൻ പോലും പലപ്പോഴും പണമില്ലാത്ത സാഹചര്യത്തിലുള്ള ആളുകളും ഇവിടെ കടന്നു വരുന്നുണ്ട്. അവർക്ക് നമുക്ക് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്നൊരു തുക എപ്പോഴും നൽകുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം നിങ്ങളെപ്പോലുള്ള ആളുകളുടെ സഹായവും കരുതലും ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്നും വലിയൊരു ആശ്വാസമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനിയും ഇങ്ങനെയുള്ള ആളുകളെ സഹായിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ദൈവം നമുക്ക് ആരോഗ്യം നൽകുമ്പോൾ നമ്മോടൊപ്പം വേദനിക്കപ്പെടുന്ന സഹോദരങ്ങൾക്ക് ഓഡിയോ ഓക്കെ അച്ഛാ, പറഞ്ഞോ അച്ഛാ, കേക്കാം.
ഹലോ അച്ഛാ. ഹലോ. ഹലോ അച്ഛാ, കേൾക്കാമോ? ഹലോ അച്ഛാ, കേൾക്കാമോ അച്ഛാ? ഹലോ, അച്ഛാ കേൾക്കാമോ? ക്ലിയർ ആവുന്നുണ്ടോ? അച്ഛാ പറഞ്ഞോ അച്ഛാ, ക്ലിയർ കേൾക്കാം. ആകുന്നുണ്ടോ? ക്ലിയർ ആ, പറഞ്ഞോ ഓക്കെ. കേൾക്കാം. ഇവിടെ നെറ്റിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു, സോറി. ഓക്കെ. ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു. ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 28-ാം വാക്യം ഒന്ന് വായിച്ചു കൊള്ളട്ടെ. ബുക്ക് ഓഫ് ദാനിയേൽ ചാപ്റ്റർ 6 വേഴ്സ് 28. എന്നാൽ ദാനിയേൽ ദാരിയാവേശിന്റെ വാഴ്ചയിലും പാർസി രാജാവായ കോരശിന്റെ വാഴ്ചയിലും ശുഭപ്പെട്ടിരുന്നു. ദാനിയേൽ ദാരിയാവേശിന്റെ വാഴ്ചയിലും പാർസി രാജാവായ കോരശിന്റെ വാഴ്ചയിലും ശുഭപ്പെട്ടിരുന്നു. നാം എല്ലാവരും ഒരു നോമ്പ് കാലഘട്ടത്തിൽ കൂടെ സഞ്ചരിക്കുകയാണല്ലോ. നോമ്പ് കാലഘട്ടം നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യപ്പെട്ട, പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിന് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാലഘട്ടമാണ്. നമ്മെ ഒന്ന് പുനർവിചിന്തനം ചെയ്യുന്നതിനും പുനർസമർപ്പണം ചെയ്യുന്നതിനും ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തുന്നതിനും ഒക്കെ ഉള്ളതായ ഒരു സമയം കൂടിയാണ് നോമ്പ് കാലഘട്ടം. ക്രൂശിന്റെ വഴികളിലേക്കുള്ള യാത്രയിലാണ്. നമുക്ക് വേണ്ടി മരിച്ച് നമുക്ക് വേണ്ടി ത്യാഗം അനുഭവിച്ച ക്രൂശിതന്റെ ക്രൂശീകരണത്തെക്കുറിച്ചും പുനരുദ്ധാനത്തെക്കുറിച്ചും ഒക്കെയുള്ള ഓർമ്മകൾ ആ ഒരു പാതയിൽ, ഒരു സഞ്ചാരപാതയിൽ ആയിരിക്കുന്ന ഈ നാളുകളിൽ നമ്മെ തന്നെ ഒന്ന് പുനരർപ്പണം ചെയ്യുന്നതിനും ദൈവസ്ഥിതിയിൽ വിനയപ്പെടുത്തുന്നതിനും ഒക്കെ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ, നോമ്പ് കാലഘട്ടത്തിൽ ദാനിയേൽ നമ്മോട് ചിലത് സംസാരിക്കുന്നുണ്ട്. ദാനിയേൽ ശുഭപ്പെട്ടിരുന്നു. ദാനിയേൽ ശുഭപ്പെട്ടിരുന്നു എന്ന് പറയുമ്പോൾ ദാനിയേലിന്റെ സംഭവം നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള കാര്യമാണല്ലോ. അത് കൂടുതൽ ഇവിടെ പ്രസ്താവിക്കേണ്ട കാര്യമില്ല. എന്നാൽ 3 കാര്യങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ട് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുക. സമയം വേഗത്തിൽ കടന്നു പോകുന്നല്ലോ. 3 കാര്യങ്ങൾ മാത്രം. ഒന്ന്, ദാനിയേൽ എങ്ങനെയാണ് ശുഭപ്പെട്ടിരിക്കുവാൻ ഇടയായിത്തീർന്നത്? ദാനിയേലിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം, യെരുശലേമിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നതായ കൂട്ടത്തിൽപ്പെട്ട ആളുകളിൽ ഒരുവനായിരുന്നു ദാനിയേൽ. ദാനിയേൽ ഇപ്പോൾ ആയിരിക്കുന്നത് അടിമയാക്കപ്പെട്ട സാഹചര്യത്തിലാണ്. തന്റെ അല്ലാത്തൊരു രാജ്യത്തിൽ, താൻ ജീവിക്കുന്ന സാഹചര്യത്തിൽ, ഒരു അഭയാർത്ഥി അല്ലെ അടിമ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ആ സാഹചര്യത്തിൽ നിൽക്കുന്ന മനുഷ്യനെ കുറിച്ച് പറയുന്നു. അവൻ ശുഭപ്പെട്ടിരുന്നു. പാഴ്സി രാജാവായ കോരശിന്റെയും ദാരിയാവേശിന്റെയും വാഴ്ചകാലത്തിൽ ദാനിയേൽ ശുഭപ്പെട്ടിരുന്നു. തന്റെ ജന്മ നാട്ടിൽ നിന്നും അകറ്റി മാറ്റപ്പെട്ട്, അല്ലെങ്കിൽ ഒരു അഭയാർത്ഥിയായി, ഒരു അടിമയായി ഒക്കെ മാറ്റപ്പെട്ട സാഹചര്യത്തിലും ദാനിയേലിന് എങ്ങനെ ശുഭപ്പെട്ടിരിക്കുവാൻ സാധ്യമായി? പ്രിയ സ്നേഹിതരെ, ദാനിയേലിനെ കുറിച്ച് പഠിക്കുമ്പോൾ നാം കാണുന്നത് അവന് ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. എന്തായിരുന്നു പ്രത്യേകത? അവിടെ നാം കാണുന്നു, ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരുശലേമിൽ വന്ന് അതിനെ നിരോധിച്ചു. 1-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നുണ്ട്, 3-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ ദാനിയേലിന്റെ കൂട്ടത്തിലുള്ള ചില ബാലന്മാരുടെ പ്രത്യേകതകൾ എന്തായിരുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. ഇസ്രായേൽ മക്കളിൽ രാജസന്തതിയിലും കുലീനന്മാരിലും വെച്ച് അംഗഭംഗമില്ലാത്തവരും സുന്ദരന്മാരും സകല ജ്ഞാനത്തിലും നിപുണന്മാരും അറിവിൽ സമർത്ഥന്മാരും വിദ്യാപരിജ്ഞാനികളും രാജധാനിയിൽ പരിചരിപ്പാൻ യോഗ്യന്മാരുമായ ചില ബാലന്മാരെ വരുത്തുവാൻ അവരെ എന്ത് ചെയ്യണം? കൽദേരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പാനും കൽപ്പിച്ചു. അങ്ങനെ ദാനിയേലിനുള്ള പ്രത്യേകതകൾ നാം കണ്ടല്ലോ. അവൻ അംഗഭംഗമില്ലാത്തവനായിരുന്നു, അവൻ സുന്ദരനായിരുന്നു, സകല ജ്ഞാനത്തിൽ നിപുണനായിരുന്നു, അറിവിൽ സമർത്ഥനായിരുന്നു. പ്രത്യേകതയിലേറെയുള്ള ഒരു സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ. അവന് എന്തായിരുന്നു രാജാവ് കൽപ്പിച്ചത്? അവരെ കൽദേരുടെ വിദ്യ അഭ്യസിപ്പിക്കുക എന്നതായിരുന്നു. അവരെ എന്തിനു വേണ്ടിയാണ്? രാജാവിന്റെ സന്നിധിയിൽ പാർക്കുവാൻ വേണ്ടി, രാജസന്നിധിയിൽ നിൽക്കുവാൻ വേണ്ടി അവരെ നിയോഗിക്കുകയാണ്. എന്നാൽ ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ ലഭിച്ചു കഴിഞ്ഞപ്പോഴും ദാനിയേൽ മറന്നില്ല, യെരുശലേമിൽ തന്റെ അല്ലെങ്കിൽ തന്റെ കുടുംബത്തിൽ, തന്റെ സമൂഹത്തിൽ ആയിരുന്ന സാഹചര്യത്തിൽ താൻ അനുഭവിച്ച ദൈവകൃപയും താൻ അറിഞ്ഞ വിശ്വാസത്തെയും ദാനിയേൽ തന്റെ അടിമയാക്കപ്പെട്ട് കൊണ്ടുപോയ രാജ്യത്തും താൻ
സൗഭാഗ്യങ്ങൾ അനുഭവിക്കുവാൻ ആരംഭിച്ചപ്പോഴും ദാനിയേൽ മറന്നില്ല. നാം കാണുന്നുണ്ട് 8-ാം വാക്യത്തിൽ, രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. തനിക്ക് ജീവിതത്തിൽ ദൈവത്തെ മറന്ന് അല്ലെങ്കിൽ താൻ അറിഞ്ഞ വിശ്വാസത്തെ വെടിഞ്ഞ് അന്യ ആരാധനയിലും അന്യ രാജ്യത്തിന്റെ ആ വലിയ സന്തോഷത്തിന്റെ സൗഭാഗ്യങ്ങളും ഒക്കെ ഒരു വാതിൽ തുറക്കപ്പെട്ടപ്പോഴും ദാനിയേൽ മറന്നില്ല. ദാനിയേൽ ദൈവത്തിൽ തന്നെ ആശ്രയിച്ചു. രാജാവിന്റെ ഭോജനം കഴിക്കുകയില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചു. എങ്ങനെ ദാനിയേൽ ശുഭപ്പെട്ടിരുന്നു! താൻ വിശ്വസിച്ചതായ തന്റെ ദൈവത്തെ തന്റെ പ്രതിസന്ധിയിലും തന്റെ പ്രതികൂല കാലഘട്ടത്തിലും അല്ലെങ്കിൽ സൗഭാഗ്യങ്ങളുടെ ജീവിതം ആരംഭിക്കുവാൻ പോകുന്ന സാഹചര്യത്തിലും ദാനിയേൽ മറന്നില്ല. തന്റെ വിശ്വാസത്തെ കൈമുതലാക്കി. അതാണ് ദാനിയേലിനെ ശുഭപ്പെട്ടിരിക്കുവാൻ ഇടയായി തീർന്നത്. 3 കാര്യങ്ങൾ, 3 പ്രത്യേകതകൾ മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഒന്ന്, ദാനിയേൽ ശുഭപ്പെട്ടിരിക്കുവാൻ കാരണം he was so faithful. അവൻ വിശ്വസ്തനായിരുന്നു. 6-ാം അധ്യായം നാം വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്, 6-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്തിൽ അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല. he was so faithful. അവൻ വിശ്വസ്തനായിരുന്നു. യെരുശലേമിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നവൻ ഇവിടെ ഒരു രാജ്യത്തിന്റെ 6-ാം അധ്യായം ആരംഭിക്കുമ്പോൾ നാം കാണുന്നു, രാജസന്നിധി നിൽക്കുവാൻ അവനെ കൽപ്പിച്ചുവെങ്കിൽ 1-ാം അധ്യായത്തിൽ 6-ാം അധ്യായത്തിൽ വരുമ്പോൾ അവനെ ചില പ്രത്യേക അധികാരങ്ങൾ കൊടുക്കുകയാണ്. എന്തായിരുന്നു അധികാരങ്ങൾ? ആ രാജ്യത്തിൽ ഭരിക്കുവാൻ രാജാവ് 120 ദേശാധിപതികളെ നിയമിച്ചു. 120 ദേശാധിപതികൾക്കും 3 അധ്യക്ഷന്മാരെ നിയമിച്ചു. ആ 3-ൽ ഒരുവനായിരുന്നു ദാനിയേൽ. ദാനിയേലിന്റെ പേരവിടെ മാറ്റുന്നുണ്ട്, ബെൽഷസ്സർ നാക്കുന്നുണ്ടല്ലോ. 3 പേരിൽ ഒരുവനായിരുന്നു ദാനിയേൽ. ഈ 3 പേരിൽ ഒരുവനായി ആ രാജ്യത്തിന്റെ സകല അധികാരങ്ങളും രാജാവിനൊപ്പം എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിൽ, കാരണം രാജാവിനോട് ഡയറക്റ്റ് ഇടപെടുവാൻ തക്കവണ്ണം അധികാരമുള്ള മനുഷ്യൻ. ഈ മനുഷ്യന് തന്റെ കീഴിലുള്ളവരെയും ആ രാജ്യത്തെ ജനത്തെയും തന്റെ അധികാരം ഉപയോഗിച്ച് എങ്ങനെയും തനിക്ക് അവരെ തന്റെ വരുതിയിലാക്കുവാൻ, തനിക്ക് എങ്ങനെയും അവരെ അധികാരം ഉപയോഗിക്കുവാൻ തക്കവണ്ണം സകല സ്വാതന്ത്ര്യമുള്ള സാഹചര്യത്തിന്റെ മധ്യത്തിൽ ദാനിയേൽ വിശ്വസ്തനായിരുന്നു. ഇതായിരുന്നു ദാനിയേൽ. എന്തായാലും ഈ ഭാഗം വായിക്കുമ്പോൾ മറ്റു 2 പേരും തന്റെ കീഴിലുള്ളവർക്കൊക്കെ തന്നോട് എതിർപ്പുണ്ടാകുവാൻ കാരണമായതും എന്തായിരുന്നു? ദാനിയേൽ രാജാവിനോടും തന്റെ ദൈവത്തോടും വിശ്വസ്തനായിരുന്നു. അത് തനിക്ക് മറ്റുള്ള സഹപ്രവർത്തകർക്ക് ദാനിയേലിനോട് വിരോധമുണ്ടാകുവാൻ കാരണമായി. അവസാനം നാം കാണുന്നുണ്ട്, അവർ ഇവനെ എങ്ങനെയെങ്കിലും പൂട്ടുവാൻ തക്കവണ്ണം നോക്കുകയാ. ഇവനെ എങ്ങനെയെങ്കിലും അവനെ ഈ അധികാരത്തിൽ നിന്ന് മാറ്റി അവനെ അടിമയായി മാറ്റുവാൻ തക്കവണ്ണം ശ്രമിക്കുമ്പോഴും അവിടെ നാം കാണുന്നു, നാം വായിക്കുന്നുണ്ട് 4-ാം അധ്യായം അവസാന ഭാഗത്തിൽ, ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല. അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് അവനിൽ ഒരു തെറ്റും കുറ്റവും കണ്ടെത്തിയില്ല. 5-ാം അധ്യായം നാം വായിക്കുമ്പോൾ കാണുന്നു, അവന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണം സംബന്ധിച്ചുള്ളതല്ലാതെ മറ്റൊരു കാരണവും കണ്ടെത്തുകയില്ല എന്ന് പറഞ്ഞു. നോക്കിക്കോണേ, അന്യരാജ്യത്തെത്തപ്പെട്ട മനുഷ്യൻ അവൻ തന്റെ അധികാരം എങ്ങനെയും പ്രയോഗിക്കുവാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ അവിടെയൊന്നും അവൻ പാപത്തിന് വഴിപ്പെടാതെ, തന്റെ സ്വന്തം ആഗ്രഹങ്ങൾക്ക് വഴിപ്പെടാതെ, തന്റെ സ്വന്തം കാര്യാദികൾക്ക് മാത്രം മുൻഗണന നൽകാതെ അവൻ താൻ ദൈവത്തോട് വിശ്വസ്തനായിരുന്നു. തന്റെ രാജാവിനോടും വിശ്വസ്തനായി തക്കവണ്ണം ഇടയായി തീർന്നു. പ്രിയ സ്നേഹിതരെ, വിശ്വസ്തത നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. കുടുംബ ബന്ധങ്ങളിൽ, സാമൂഹിക ബന്ധങ്ങളിൽ, നമ്മുടെ ജോലിയിടങ്ങളിൽ, നമ്മളെ ആക്കുന്ന ഇടങ്ങളിൽ പലപ്പോഴും ഈ വിശ്വസ്തത, ട്രസ്റ്റ് എന്ന വാക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയും എനിക്ക് ഉയരണം, എന്റെ സുരക്ഷിതത്വം എങ്ങനെയും അത് ഉറപ്പിക്കണം, എങ്ങനെയും അധികാരത്തിന്റെ ഉന്നത സ്ഥാനം എത്തപ്പെടണം, അല്ലെങ്കിൽ എങ്ങനെയും എനിക്ക് സുരക്ഷിതമായി സൗഭാഗ്യകരമായി ജീവിക്കണം, അതിന് പലപ്പോഴും എന്തു വഴിയും സ്വീകരിക്കുവാൻ ഒരുക്കപ്പെടുന്നതായ ഒരു സമൂഹത്തിന്റെ മധ്യത്തിൽ വിശ്വസ്തത എന്ന വാക്കിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ? ഈ നോമ്പ് കാലഘട്ടത്തിൽ ഞാനും നിങ്ങളുമായിരിക്കുമ്പോൾ ദാനിയേൽ നമ്മെ വെല്ലുവിളിക്കുകയാണ്. വിശ്വാസ ജീവിതം അത് ഒന്നുകൂടെ ഒന്ന് മൂർച്ചയുള്ളതാക്കുവാൻ, വിശ്വാസ ജീവിതത്തെ ഒന്ന് പരുവപ്പെടുത്തുവാൻ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ, മനുഷ്യനുമായ നമ്മുടെ കുടുംബമായുള്ള ബന്ധത്തിൽ, സാമൂഹിക ബന്ധത്തിൽ ദാനിയേലിനെ പോലെ ഏത് സാഹചര്യത്തിലും വിശ്വസ്തരായി നിൽക്കുവാൻ നമുക്ക് സാധ്യമായി തീരട്ടെ. രണ്ടാമതായിട്ട് ദാനിയേലിനുള്ള പ്രത്യേകത എന്താണെന്ന് അറിയാമോ? he was a man of prayer. ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു.
നാം കാണുന്നുണ്ട്. ആറാം വാക്യത്തിൽ നാം 6-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, ദാനിയേൽ ഒരു കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? അവിടുത്തെ അധികാരികൾ രാജാവിന്റെ അടുത്ത് എന്നിട്ട് പറയുകയാണ്. 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, 30 ദിവസത്തെ രാജാവിനോട് ഉണർത്തിക്കുകയാണ്, 30 ദിവസത്തേക്ക് തിരുമേനിയോടല്ലാതെ യാതൊരു ദേവനോടോ മനുഷ്യനോടോ ആരെങ്കിലും അപേക്ഷ കഴിച്ചാൽ അവനെ സിംഹക്കുഴിയിൽ ഇട്ട് കളയണം. ഒരു പുതിയ നിയമം അവര് രാജാവിനെ ഉണർത്തി, രാജാവിനെ അവര് പ്രീതിപ്പെടുത്തുവാൻ, അതുവഴി ദാനിയേലിനെ ഇല്ലായ്മ ചെയ്യുവാൻ തക്കവണ്ണം ഒരു സമൂഹം മുഴുവൻ കൂടിയിരിക്കുകയാണ്. ദാനിയേൽ ഒരു ഒറ്റപ്പെട്ട സാഹചര്യത്തിൽ ദാനിയേലിന് എതിരായി ഇവിടെ ഒരു രാജ്യം മുഴുവൻ നിൽക്കുകയാണ്. രാജാവിനും സന്തോഷമായി. കാരണം 30 ദിവസത്തേന് ആ രാജ്യം മുഴുവൻ തന്റെ പേര് പറയും, തന്റെ പേര് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കും. ആർക്കാണ് അത് ഇഷ്ടമില്ലാത്തത്? രാജാവ് ഒരു നിയമം പുറപ്പെടുവിക്കുകയാണ്. രാജാവിനെ ആരാധിക്കാത്തവരെ എന്ത് ചെയ്യണം? സിംഹത്തിന്റെ കുഴിയിൽ ഇട്ട് കളയണം. എല്ലാവരും ഈ നിയമം അനുസരിക്കണം. 10-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ ദാനിയേൽ അതനുസരിച്ചില്ല. അതുകൊണ്ട് നാം കാണുകയാ, ദാനിയേല് തന്റെ ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങൾക്കല്ല പ്രാധാന്യം കൊടുത്തത്. ദാനിയേല് വേണമെങ്കിൽ ഈ രാജാവിനെ നമസ്കരിച്ചിരുന്നുവെങ്കിൽ തന്റെ അധികാരം അവിടെ ഉറപ്പിക്കാം. വേണമെങ്കിൽ ഇതിലും വലിയ അധികാരങ്ങൾക്ക് തന്നെ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ദാനിയേലിന് എന്ത് ചെയ്യാം? ഈ 30 ദിവസത്തേക്കല്ലാണല്ലോ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തനിക്ക് വേണമെങ്കിൽ അധികാരങ്ങൾ ഇനിയും തനിക്കായി കാത്തിരിക്കുന്നുണ്ട്. രാജാവിന്റെ പ്രിയപ്പെട്ടവൻ എന്ന പേരിന് അവൻ യോഗ്യനായി തീരും. എന്നാൽ പ്രിയമുള്ളവരെ, ദാനിയേലിന് രാജാവല്ല വലുത്, രാജാവ് എഴുതിയ കൽപ്പനകളല്ല വലുത്. അഖിലാണ്ടത്തെയും നിർമ്മിച്ചവനായ ദൈവത്തിന്റെ സന്നിധിയിൽ ദാനിയേൽ വിനയപ്പെട്ടിരുന്നു. ദൈവത്തിന് അവന്റെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുത്തിരുന്നു. ദൈവത്തെ അവൻ ജീവിതത്തിന്റെ 1-ാം സ്ഥാനം കൽപ്പിച്ചിരുന്നു. അതുകൊണ്ട് ദാനിയേലിന് ഈ ലോകത്തിലെ അധികാരങ്ങളല്ല, ഈ ലോകത്തിൽ തനിക്ക് ലഭിച്ചതായ പദവികളല്ല, ഈ ലോകത്തിൽ തനിക്ക് ലഭിച്ചതായ സൗഭാഗ്യങ്ങളല്ല, അതിനപ്പുറമായി തന്നെ സൃഷ്ടിച്ചൊരു ദൈവമുണ്ടെന്ന് ഉത്തമ ബോധ്യവും പ്രത്യാശയും അവന് വിശ്വാസവും ദാനിയേലിനെ ഭരിച്ചതുകൊണ്ട് അവൻ എന്തു ചെയ്തു? 10-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്, ഒരു രാജ്യം മുഴുവൻ തനിക്കെതിരായി മാറുകയാണ്. അവിടെ നാം കാണുന്നു, എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുൻപേ ചെയ്തു വന്നതുപോലെ ദിവസവും 3 പ്രാവശ്യം മുട്ടുകുത്തി അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു, സ്തോത്രം ചെയ്തു. തനിക്കെതിരെ ഒരു രേഖ എഴുതിപ്പെട്ടിരിക്കുകയാണ്. രാജാവിനെ നമസ്കരിക്കാത്തത് കൊണ്ട് താൻ മരണത്തെ സ്വീകരിക്കുവാൻ പോകുകയാണ്. തനിക്കായി ഒരു രാജ്യം മുഴുവൻ തനിക്കായി തന്റെ ഇല്ലായ്മ കാണുവാൻ കാക്ഷിച്ചിരിക്കുകയാണ്. തന്നെ നശിപ്പിക്കുവാൻ ഒരു ജനം മുഴുവൻ തനിക്കെതിരായി നിൽക്കുമ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റിനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ അത് വേണ്ട എന്ന് വെച്ചു. ജീവനുള്ള ദൈവത്തെ അല്ലാതെ വേറെ ഒരു ദൈവത്തെയും തന്റെ സുരക്ഷിതത്തിന് വേണ്ടി, തന്റെ സന്തോഷത്തിന് വേണ്ടി താൻ ആരാധിക്കുകയില്ല എന്ന് ഉറച്ച ദൃഢമായ പ്രതിജ്ഞയെടുത്ത മനുഷ്യൻ മരണത്തിന്റെ മുൻപിൽ നിൽക്കുകയാ. അവിടെ നാം കാണുന്നുണ്ട്, രേഖ എഴുതിയിരിക്കുന്നത് അറിഞ്ഞു. അവന് വേണമെങ്കിൽ ഇനിയും മരിച്ചാൽ മതിയല്ലോ, എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാമായിരുന്നു. മരണമാണ് തനിക്ക് ഇനിയും മുൻപിലുള്ളത്. അതുകൊണ്ട് ഇനിയും പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, മരണമാണ്, നിയമം കർശനമാണ്. എന്നെല്ലാം കാണുന്നു. നിയമം എഴുതി കഴിഞ്ഞു എന്നറിഞ്ഞപ്പോൾ അവൻ വന്നു മുട്ടുമടക്കി താൻ പതിവ് പോലെ ചെയ്തിരുന്ന പോലെ പ്രാർത്ഥിച്ചു, സ്തോത്രം ചെയ്തു എന്നാണ് കാണുന്നത്. അവിടെ നാം കാണുന്ന യെരൂശലേമിന് നേരെ തുറന്നിരുന്ന കിളിവാതിൽ. ഓരോ യഹൂദനെ സംബന്ധിച്ചിടത്തോളം യെരൂശലേമാണ് അവരുടെ അൾട്ടിമേറ്റ് അല്ലെങ്കിൽ പോയിന്റ്, അവസാനത്തെ ഇടം യെരൂശലേമാണ്. അവിടേക്ക് എത്തപ്പെടുവാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടൊരു പ്രത്യാശയുണ്ട്, ഏതെങ്കിലും ഒരു കാലത്ത് തനിക്ക് അവിടെ എത്തപ്പെടാം. ആ ഒരു വലിയ പ്രത്യാശയിൽ അവർ ജീവിക്കുന്നത്. എന്നാൽ ദാനിയേലിനെ സംബന്ധിച്ചിടത്തോളം ആ തുറന്നിട്ട കിളിവാതിൽ ഒക്കെ അടയ്ക്കപ്പെടുവാൻ പോവുക. തന്റെ പ്രതീക്ഷകൾ ഇല്ല. അവിടെ എന്ത് ചെയ്തു? താൻ വീണ്ടും ചെയ്തതുപോലെ ദൈവസന്നിധിയിൽ മുഴങ്കാലും അടക്കി സ്തോത്രം ചെയ്തു എന്നാണ് കാണുന്നത്. പ്രതിസന്ധി വന്നു, പ്രതികൂലം വന്നു, മരണം ജീവിതത്തിന്റെ മുൻപിൽ വന്നു നിൽക്കുമ്പോഴും സ്തോത്രം ചെയ്യുവാൻ തനിക്ക് സാധ്യമായത് ദാനിയേലിന്റെ വിശ്വാസ ജീവിതം നമ്മെ വെല്ലുവിളി. അതുകൊണ്ട് പ്രിയ സ്നേഹിതരെ, ഇന്ന് നാം നോമ്പ് കാലഘട്ടത്തിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ദൈവവുമായുള്ള ബന്ധം എത്രമാത്രം ആഴമുള്ളതാണ് എന്ന് നാം ഒന്ന് തിരിച്ചറിയണം, സ്വയം ശോധന ചെയ്യണം. പ്രാർത്ഥനാ ജീവിതം എവിടെയെങ്കിലും മറന്നുപോയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥനാ ജീവിതത്തെ ഒന്നുകൂടെ
പരുവപ്പെടുത്തുവാൻ, ഒന്നുകൂടെ ദൈവസന്നിധിയിൽ വിനയപ്പെട്ട് താഴ്ന്നിരിപ്പാൻ തക്കവണ്ണം ഈ കാലങ്ങളിൽ സാധ്യമാകട്ടെ. പ്രതിസന്ധികളൊക്കെ ഈ ലോകത്തിന്റെ നമുക്കുള്ളതാണ്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് അരുളിയൊരു ദൈവം നമുക്കായി ജീവിക്കുന്നു. അതുകൊണ്ട് ഈ ലോകത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകും, പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു എന്ന സാഹചര്യങ്ങൾ വന്നേക്കാം, കഷ്ടതകൾ നമ്മുടെ ജീവിതത്തെ അടിക്കടി ഭാരപ്പെടുത്തിയെന്ന് വന്നേക്കാം. എന്നാൽ കഷ്ടതയുടെ മധ്യത്തിലും നടത്തുന്ന ഒരു ദൈവത്തിന്റെ കൃപ നാം അനുഭവിക്കണം. പ്രിയ സ്നേഹിതരെ, ഇവിടെ നാം കാണുന്നു, ദാനിയേൽ പ്രാർത്ഥിച്ചത് കൊണ്ട് അവന്റെ പ്രതിസന്ധി മാറിയില്ല. ദാനിയേൽ ദൈവസന്നിധി മുട്ടുകുത്തിയത് കൊണ്ട് അവന്റെ കഷ്ടത മാറിയില്ല. അവൻ സിംഹക്കുഴിയിൽ തന്നെ വീണു. അവിടെ നാം കാണുന്നുണ്ട്, ദാനിയേൽ പ്രാർത്ഥിച്ചതുകൊണ്ട് വലിയ സൂപ്പർ നാച്ചുറൽ പവർ ഒന്നും അവിടെ നടന്നില്ല. അവിടെ അവനെ നിയമം എഴുതിയതുപോലെ സിംഹക്കുഴിയിൽ കൊണ്ടിട്ടു. പ്രിയ സ്നേഹിതരെ, മരണത്തിൽ അവൻ കയത്തിൽ വീണിരിക്കുകയാ, മരണക്കുഴിയിൽ അവൻ എത്തപ്പെട്ടിരിക്കുകയാ. സിംഹക്കുഴിയിലേക്ക് വഴി വീഴുന്ന സാഹചര്യത്തിൽ നിലത്ത് പോലും എത്തുന്നതിന് മുമ്പ് തന്നെ ഈ സിംഹങ്ങൾ അവനെ വിഴുങ്ങും തീർച്ചയാണ്. അവനും അതറിയാം. എന്നാൽ പ്രിയ സ്നേഹിതരെ, ഈ സിംഹത്തിന്റെ കുഴിയിൽ വീണപ്പോൾ നാം കാണുന്നു അവന്റെ പ്രാണനെ രക്ഷിച്ച ഒരു ദൈവത്തിന്റെ ഇടപെടൽ. സിംഹത്തിന്റെ കുഴി ഉറപ്പാ, എന്നാൽ സിംഹം വാതുറക്കണമോ വേണ്ടയോ തീരുമാനിക്കുന്ന ഒരു ദൈവം നമുക്കായും ജീവിക്കുന്നുണ്ട്. സിംഹം വാതുറക്കണമോ വേണ്ടയോ തീരുമാനിക്കുന്ന ഒരു ദൈവം നമുക്കായി ജീവിക്കുന്നുണ്ട്. കഷ്ടത ഈ ലോകത്തിൽ നമ്മെ തകർക്കുകയില്ല. പിന്നെയോ കഷ്ടതയുടെ മധ്യത്തിലും ദൈവവുമായുള്ള ബന്ധം ആഴപ്പെടുത്തുവാൻ, ദൈവത്തിന്റെ ഹിതം നമ്മിൽ പരിപൂർണമായി നിവർത്തിയാകുവാൻ ചില കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിന്റെ ഭാഗമാകും. എന്നാൽ അതിന്റെ മധ്യത്തിൽ നമ്മുടെ വിശ്വാസ ജീവിത പ്രകാരമാണ് എന്ന് ദൈവം നമ്മെ നോക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയ സ്നേഹിതരെ, കഷ്ടതയുടെ മധ്യത്തിൽ തളരുവാനല്ല, തകർന്നു പോകുവാനല്ല, കഷ്ടതയിലും പാടുവാൻ, ദൈവസന്നിധി വിനയപ്പെടുവാൻ, കഷ്ടതയുടെ മധ്യത്തിലും തകരാതെ വണ്ണം താളടിയാകാതെ വണ്ണം കരം പിടിച്ചു നടത്തുന്ന ദൈവകൃപ തിരിച്ചറിയുവാൻ നമുക്ക് സാധ്യമാകണം. ദാനിയേൽ അവൻ പ്രാർത്ഥന മനുഷ്യനായിരുന്നു. എവിടെയാണ്? സന്തോഷത്തിന്റെ വേളകളിൽ മാത്രമല്ല, മരണം മുൻപിൽ വന്നപ്പോഴും അവൻ ദൈവസന്നിധിയിൽ മുഴങ്കാലം അടക്കി സ്തോത്രം ചെയ്തു പ്രാർത്ഥിച്ചു എന്നാണ് നാം കാണുന്നത്. ഈ സാഹചര്യത്തിൽ ഒരാളുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. കഴിഞ്ഞ ജനുവരി മാസം 17 വയസ്സുള്ള ഒരു മകൻ ഈ ലോകത്തിൽ നിന്ന് CMC-യിൽ വെച്ച് മാറ്റപ്പെട്ടു. ക്യാൻസർ ബാധിതനായിരുന്നു. 17 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരു ബാലകൻ, +1 പഠിക്കുകയായിരുന്നു. ബ്ലഡിലായിരുന്നു പ്രശ്നം. ഈ ചികിത്സയുടെ കാലഘട്ടം അവസാനിക്കുകയാണ്. കഴിഞ്ഞ 22-ാം തീയതിയാണ് അവന് മരിക്കുന്നത്. അതിന്റെ 3-4 ദിവസം മുമ്പ് ഡോക്ടേഴ്സ് പറഞ്ഞു ഇനിയും മെഡിസിനുകളൊന്നുമില്ല. മെഡിസിൻ അവസാനിപ്പിച്ചു. വേദന അതിതീവ്രമായ വേദനയാണ്. അവന്റെ നഖത്തിൽ പോലും തൊടുവാൻ പോലും സാധ്യമല്ലാത്ത വേദന. ഈ വേദന ഒരു പക്ഷെങ്കിൽ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. നിങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ ഈ ഘട്ടത്തിൽ കൂടെ ഒക്കെ കടന്നു പോകുന്നത് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടാകും. അതിതീവ്രമായ വേദന മധ്യത്തിൽ അവന്റെ ദേഹത്ത് പോലും തൊടുവാൻ പോലും സാധ്യമാകാത്ത സാഹചര്യം. മാസ്ക് വെച്ചിട്ടുണ്ട്, ഓക്സിജൻ കൊടുക്കുന്നുണ്ട്. അതിനകത്തുനിന്ന് ഒരു ശബ്ദം കേൾക്കാം, യേശുവേ യേശുവേ എന്ന്. അതാദ്യം നമുക്ക് തിരിച്ചറിയത്തില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ഞാനത് ശ്രദ്ധിച്ചു. എന്താണ് പറയുന്നത്? അവൻ തന്റെ വേദനയുടെ മധ്യത്തിൽ യേശുവേ എന്ന് നിലവിളിക്കുകയാണ്. അവനത് പിന്നീട് അവന്റെ മാതാവ് പറയുന്നത് ഞാൻ കേട്ടു. യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. അവന്റെ അതിവേദനയുടെ മധ്യത്തിൽ അവൻ പ്രാർത്ഥിക്കുകയാ, എന്നോട് കരുണ തോന്നണമേ. അതിവേദനയാ. 17 വയസ്സുള്ള ഒരു ബാലകനാണ്. അവന്റെ ജീവിതത്തിൽ എല്ലാവർക്കും അറിയാം, അവനും മനസ്സിലായി സാധ്യതകളൊന്നുമില്ല. അവസാനത്തിലും അവൻ പ്രാർത്ഥിക്കുകയാണ്. എന്നാലും അവൻ ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയി. പ്രിയ സ്നേഹിതരെ, അവന്റെ മാതാവിനെ സംബന്ധിച്ചിടത്തോളം 3 വർഷങ്ങൾക്ക് മുമ്പ് ഇവന്റെ പിതാവ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. ആ മാതാവിനെ ആശ്രയമായിരുന്ന ഒരു ബാലകൻ, ആ ബാലകനും കഴിഞ്ഞ മാസം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. മകളും ഈ മാതാവും മാത്രം ആ കുടുംബത്തിൽ അവശേഷിച്ചിരിക്കുകയാണ്. പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചു പോയി, വിശ്വാസമൊക്കെ വെടിഞ്ഞു. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജീവിതത്തെ അവർക്ക് സ്വീകരിക്കാമായിരുന്നു. എന്നാൽ ആ മകന് ലഭിച്ച ചികിത്സയുടെ സാധ്യതകൾ, അവന് വേണ്ടി തുറന്നതായ ചികിത്സയുടെ തുകകൾ, അവന്റെ ചികിത്സ അവസാനിപ്പിച്ചു കഴിഞ്ഞപ്പോൾ നല്ലൊരു തുക പിന്നെയും ഉണ്ടായിരുന്നു. ആ മാതാവ് മറ്റു രോഗികൾക്ക് വേണ്ടി ആ തുകകൾ മുഴുവൻ സംഭാവന ചെയ്തു. ഞാൻ പറഞ്ഞത് ആ വലിയ വിശ്വാസത്തിലൂടെ പ്രവൃത്തിയെ എത്രമാത്രം നമ്മെ വെല്ലുവിളിക്കുന്നുണ്ട്. ഈ ദൈവത്തെ മറന്നവർക്ക് ജീവിക്കാമായിരുന്നു. പിന്നെ ആ മാതാവ് പിന്നെ ഞങ്ങൾ കേട്ടു,
അവന്റെ രോഗക്കിടക്കയുടെ മധ്യത്തിൽ യോബിന്റെ പുസ്തകം മുഴുവൻ അവനെ കൊണ്ട് വായിപ്പിച്ചു. അവൻ ആ ഒരു വലിയ വിശ്വാസമായിരുന്നു. അവന്റെ കഷ്ടതയുടെ മധ്യത്തിലും യേശുവേ ദാവീദ് പുത്രാ എന്നോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കും. പ്രിയ സ്നേഹിതരെ, നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ പലപ്പോഴും നാം പലയിടങ്ങളിൽ ഓടി സഹായങ്ങൾ തേടി ഓടി അലയാറുണ്ട്. പലയിടങ്ങളിലും പലപ്പോഴും നമുക്ക് ആഗ്രഹിക്കുന്ന ശാശ്വതമായ പരിഹാരങ്ങൾ ലഭിച്ചില്ല എന്ന് തന്നെ വന്നേക്കാം. പലപ്പോഴും നാം മറന്നു പോകുന്നു, ദാനിയേലിന്റെ ദൈവം ആ സിംഹക്കുഴിയുടെ മധ്യത്തിലും വാതുറക്കാതെ വണ്ണം സൂക്ഷിക്കുവാൻ മതിയായവനെന്ന് പലപ്പോഴും നാം മറന്നു പോകുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് പ്രിയ സ്നേഹിതരെ, നമ്മുടെ വിശ്വാസ ജീവിതം പ്രാർത്ഥനാപൂർവ്വം രൂപപ്പെടുത്തുവാൻ മൂന്നാമതായിട്ട് പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഹി ലവ്ഡ് ഹിസ് എനിമീസ്. അവന്റെ ശത്രുക്കളെ സ്നേഹിപ്പാൻ തക്കവണ്ണം ദാനിയേൽ ഇടയായി. 21 വാക്യം വായിക്കുമ്പോൾ ദാനിയേല് സിംഹം രക്ഷിച്ചു, രാജാവ് ചെന്ന് നോക്കുമ്പോൾ പറയുന്നു, രാജാവ് ദീർഘായുസ്സോടെ ഇരിക്കട്ടെ. എത്രമാത്രം വിശ്വാസത്തിന്റെ ആഴമുള്ള വാക്കുകൾ. താനൊരു ഹീറോ ആയിട്ട് നിൽക്കുകയാണ്. നമ്മുടെ സാധാരണ ആളുകളാണെങ്കിൽ ദാനിയേൽ ഒരു ഹീറോ ആയിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ രാജാവ് വന്നപ്പോൾ നമുക്ക് അവനെ വെല്ലുവിളിക്കാമായിരുന്നു, അവനോട് മറുത്ത് പറയാമായിരുന്നു, നീ കണ്ടോ എന്നൊക്കെ വേണമെങ്കിൽ സംസാരിക്കാം. എന്നാൽ ദാനിയേൽ ചെയ്തെന്താ? ദാനിയേല് തന്റെ രാജാവിനോട് പറയുക, ദീർഘായുസ്സോ. എത്ര സ്നേഹത്തിലുള്ള ആർദ്രതയോടുകൂടിയുള്ള സംഭാഷണം. തന്റെ ശത്രുവിനെയും സ്നേഹിപ്പാൻ തക്കവണ്ണമുള്ള വലിയ മനോഭാവം. അതുകൊണ്ട് ഈ നോമ്പ് കാലഘട്ടത്തിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. സമയം അവസാനിച്ചുവല്ലോ, ഞാൻ അവസാനിപ്പിക്കുക. പ്രിയ സ്നേഹിതരെ, ക്ഷണികമായ ഒരായുസ്, കുഞ്ഞൊരായുസില്ല നാം ഇവിടെ ആയിരിക്കുന്നത്. എന്നാൽ ദാനിയേൽ ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മെ വെല്ലുവിളിക്കുന്നു. നമ്മുടെ ശത്രുക്കളെ സ്നേഹിപ്പാൻ നമുക്ക് സാധ്യമാകുമോ? ആക്കുന്നിടങ്ങളിൽ വിശ്വസ്തരായി തീരുവാൻ നമുക്ക് സാധ്യമാകുമോ? പ്രാർത്ഥനാ ജീവിതം മറന്നുപോകാതെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് തലമുറകളിലേക്ക് പകരുവാനിടയാകുമോ? അങ്ങനെയെങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. ദൈവത്തിന്റെ പദ്ധതി നമ്മിലൂടെ നിറവേറും. നമ്മിലൂടെ മറ്റുള്ളവർ ദൈവത്തെ കണ്ടെത്തും. അതിന് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. എനിക്ക് അവസരം നൽകിയ പ്രിയ അച്ഛനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വെച്ചതേക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കുക. നിങ്ങൾക്കാവുന്ന രീതിയിൽ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുവാനായിട്ടും ശ്രമിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യും. താങ്ക് യു. അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തുന്നു. അച്ഛന് എന്നോട് പറഞ്ഞു, അച്ഛന് ഇപ്പോൾ ലെഫ്റ്റ് ആകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛന് ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. പ്രത്യേകിച്ച് അച്ഛൻ, ഞങ്ങൾ രണ്ടും ഒരേ സെമിനാരിയിലാണ് പഠിച്ചത്. എനിക്ക് ശേഷം ഒക്ലോമ സെമിനാരിയിലാണ് അച്ഛന്റെ സെമിനാരി പഠനം ചെയ്തത്. ഇപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ വെല്ലൂര് ചെയ്യുന്നു. പ്രത്യേകിച്ച് അച്ഛന്റെ ശുശ്രൂഷകളെ തുടർന്നും ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ അനുഗ്രഹപൂർണമായ ഒരു മെസ്സേജ് നമുക്ക് ഇന്ന് അച്ഛൻ നൽകുകയുണ്ടായി. അച്ഛനോട് അച്ഛന്റെ ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും ഇടവകയുടെ പേരിൽ ഈ സമയത്ത് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. താങ്ക് യു അച്ഛാ. വീണ്ടും പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് തലകളെ വണക്കം. ഇന്ന് കേട്ട ദൈവവചനത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ദാനിയേലിന്റെ ജീവിതത്തിൽ ദൈവം ദാനിയേലിനോട് കൂടെയിരുന്നു. നാം കേട്ടതുപോലെ ദാനിയേലിന്റെ ജീവിതത്തിൽ ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ നിൽക്കുവാൻ തക്കോണം ഇടയായി. ജീവിത അനുഭവങ്ങളിൽ ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ ദൈവത്തോടുകൂടെ ചേർന്ന് ജീവിക്കുമ്പോൾ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ജീവിത അനുഭവങ്ങളിൽ കൂടെ ഇരുന്ന് നമ്മെ സൗഖ്യത്തിലേക്ക്, നമ്മെ അനുഗ്രഹത്തിലേക്ക്, നമ്മെ വിടുതലിലേക്കൊക്കെയും നയിക്കുന്ന ഒരു ദൈവമാണ്. കേട്ട ദൈവവചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയുടെ നിമിഷം ഈ വിവിധ ഇടങ്ങളിലായിരുന്ന് ദൈവത്തിങ്കിലേക്ക് നോക്കുവാൻ, ദൈവമുഖത്തേക്ക് നോക്കുവാൻ, ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ ദൈവം നമ്മെ ഇടയാക്കുന്നുവല്ലോ. ഇന്ന് കേട്ട അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. നോമ്പിന്റെ നാളുകളിൽ ദാനിയേലിന്റെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തുവാൻ, ദാനിയേലിന്റെ ജീവിത അനുഭവത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുവാൻ, പ്രാർത്ഥനയുടെ ശക്തി തിരിച്ചറിയുവാൻ, ദൈവത്തോടുള്ള വിശ്വസ്തതയുടെ പ്രാധാന്യം തിരിച്ചറിയുവാൻ, നോമ്പ് അനുഭവങ്ങളിൽ ദൈവത്തോടുള്ള ബന്ധത്തോടൊപ്പം മറ്റുള്ളവരോടുള്ള നമ്മുടെ ബന്ധം എപ്രകാരമാണ് എന്നൊക്കെയും ഒന്ന് വിശകലനം ചെയ്യുവാൻ തക്കോണം ദൈവം ഈ രാത്രിയിൽ നമ്മെ ഇടയാക്കിയല്ലോ. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് എന്ന് തിരുവചനത്തിലൂടെ നാം കേട്ടു. ദൈവത്തോട് വിശ്വസ്തനായിരുന്നാൽ ദൈവം നമ്മോടും വിശ്വസ്തനാണ് എന്ന് ഈ രാത്രിയിൽ കേൾക്കുവാൻ നമുക്കിടയായി. നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ നിൽക്കുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തോട് വിശ്വസ്തനായിരുന്നാൽ അവൻ നമ്മോടും വിശ്വസ്തനാണ് എന്ന് ഈ രാത്രിയിൽ നാം കേട്ടുവല്ലോ. സിംഹത്തിന്റെ കുഴിയിൽ വീണാലും അതിന്റെ മധ്യത്തിലും രക്ഷ ഒരുക്കുന്നവൻ, വിടുതൽ നൽകുന്നവൻ ദൈവമാണ്. ആ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. ഈ രാത്രിയിൽ നമ്മോട് ദൈവവചനം സംസാരിച്ച ബഹുമാനമുള്ള അച്ഛനെ
ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. അച്ഛന്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവർത്തനം വെല്ലൂര് പ്രത്യേകിച്ച് ഗൈഡൻസ് സെന്ററിനോടൊക്കെയുമുള്ള ബന്ധത്തിൽ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കുന്നുവല്ലോ. വെല്ലൂര് ഒരു ഹീലിംഗ് മിഷനാണ്, സൗഖ്യദായക ശുശ്രൂഷയാണ് അവിടെ നടത്തപ്പെടുന്നത്. അനേകർക്ക് സൗഖ്യം നൽകുവാൻ, സൗഖ്യദായക ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ അനേകർക്ക് ആശ്വാസം പകരുവാനൊക്കെയും ബെത്സൈദ സെന്ററിന് അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് ഇടയായി തീരുന്നു. പ്രത്യേകിച്ച് വളരെ തീവ്രമായ രോഗാനുഭവത്തിലൂടെ ഒക്കെയും കടന്നു പോകുന്നവര് വെല്ലൂര് CMCയുടെ പരിസരങ്ങളിലുണ്ട്. ഹോസ്പിറ്റലിൽ ചെല്ലുന്നവരൊക്കെയും വളരെ ഇന്റൻസായ ക്രിട്ടിക്കലായ ജീവിതാനുഭവത്തിലൂടെ കടന്നു പോകുന്നവരാണ്. അവർക്ക് വേണ്ടുന്നതായ ആശ്വാസം, സൗഖ്യത്തിന്റെ അനുഭവങ്ങൾ പകരുവാൻ ഈ നമ്മുടെ ഗൈഡൻസ് സെന്ററിന്റെ പ്രവർത്തനങ്ങൾ മുഖാന്തരമാകുന്ന പ്രാർത്ഥനയിലൂടെയും കൂട്ടായ്മയിലൂടെയും കൗൺസിലിങ്ങിലൂടെ ഒക്കെയും സൗഖ്യത്തിന്റെ പലവിധമായ അനുഭവങ്ങൾ പകരുവാൻ തക്കോണം, പ്രദാനം ചെയ്യുവാൻ തക്കോണം ഇടയാകുന്നു. അച്ഛനിലൂടെ കേട്ടതായ അനുഭവ സാക്ഷ്യങ്ങൾ അനേകര് മരണകരമായ അനുഭവത്തിലേക്കും കടന്നു പോകുന്നു. എന്നാൽ അപ്രകാരമുള്ള അനുഭവങ്ങളുടെ മധ്യത്തിലും സാക്ഷ്യത്തിൽ നിൽക്കുവാൻ തക്കോണം പ്രിയപ്പെട്ടവരൊക്കെയും ദൈവം ഇടയാക്കുന്നു. ആ സെന്ററിന്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് അച്ഛന്റെ ശുശ്രൂഷകളെ ഓർത്ത് സ്തോത്രം ചെയ്യാൻ തുടർന്നും അച്ഛന്റെ പ്രവർത്തനങ്ങൾ അവിടുത്തെ ശുശ്രൂഷകൾക്കൊക്കെ വലിയൊരു മുതൽക്കൂട്ടായി തീരേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അച്ഛനെ കുടുംബമായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. പ്രത്യേകിച്ച് ഇടവകയായിട്ട് ഈ ലെന്റിനോടുള്ള ബന്ധത്തിൽ ഈ പ്രാർത്ഥന അറേഞ്ച് ചെയ്യുവാൻ തക്കോണം നമുക്കിടയാകുന്നുവല്ലോ. നമ്മുടെ ഭവനങ്ങളിലായിരുന്ന്, നമ്മുടെ പ്രവർത്തന മേഖലകളിലൊക്കെയും ആയിരുന്ന് ഇതിൽ ജോയിൻ ചെയ്യുവാൻ തക്കോണം ദൈവം നമ്മെ ഇടയാക്കി. നമ്മിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുവാനുള്ള സമയമാണ്. നോമ്പ് കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടതകൾ, പങ്കപ്പാടുകളൊക്കെയും ധ്യാനിക്കുന്ന സമയമാണ്. നമ്മുടെ രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. രക്ഷയുടെ അനുഭവത്തിൽ നാം ആയിരിക്കുമ്പോൾ, അനുഗ്രഹങ്ങളുടെ മധ്യത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. ദൈവഹിതപ്രകാരമാണോ ഞാനും നിങ്ങളും ജീവിക്കുന്നത്? ദാനിയേൽ ദൈവത്തിന്റെ പക്ഷത്ത് നിന്നു, അതുകൊണ്ട് അവന് സിംഹക്കുഴിയിൽ വീഴേണ്ടി വന്നു. നമുക്ക് ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കുവാൻ കഴിയുന്നുണ്ടോ? ലോകത്തിന്റെ പക്ഷത്ത്, ലോക ഇമ്പങ്ങൾക്ക് ചേർന്ന് നിൽക്കാതെ ദൈവത്തോടുകൂടെ ചേർന്ന്, ദൈവഹിതത്തോട് അനുരൂപപ്പെട്ട്, വിശുദ്ധവും പൂർണ്ണവുമായ ദൈവഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് അതിനോട് അനുരൂപപ്പെട്ട് ജീവിപ്പാൻ ദൈവം ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയെ ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പലവിധമായ ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവര്, രോഗത്തിന്റെ അനുഭവത്തിലൂടെ, വാർദ്ധക്യ സഹജമായ ക്ഷീണത്തിലൂടെ, വേർപാടിന്റെ വേദനയിലൂടെ, കർത്താവെ അങ്ങനെ വിവിധ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവര് നമ്മുടെ ഇടവകയിലുണ്ട്. അവരെയൊക്കെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയിലെ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് എക്സാമിനായിട്ട് ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളുണ്ട്. ബോർഡ് എക്സാമിനായിട്ട് ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾ, നാളെ ആരംഭിക്കുന്ന എക്സാം, അതിനുവേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾ, അവരെയൊക്കെയും ദൈവകരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കാം. മറ്റു പരീക്ഷകൾ എഴുതുന്നവര്, അതിനുവേണ്ടി ഒരുങ്ങുന്നവരൊക്കെയും ഉണ്ട്. ജീവിതത്തിന് മറ്റ് അനുഭവങ്ങളിലൊക്കെ ആയിരിക്കുന്നവര്, മറ്റു പ്രയാസങ്ങളിലൂടെ, മറ്റു വേദനകളിലൂടെ, ആവശ്യങ്ങളിലൂടെ ഒക്കെയും കടന്നു പോകുന്നവരൊക്കെയും ഉണ്ട്. അവരെയൊക്കെയും ദൈവകരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കാം. നമ്മയും നാം പ്രാർത്ഥനയിലോർത്ത് എല്ലാ ആവശ്യങ്ങളെയും നമ്മുടെ തന്നെ വ്യക്തിപരമായ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഇന്നത്തെ ഈ കൂട്ടായ്മയിൽ വ്യാപരിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യാൻ നമ്മുടെ ഭവനങ്ങളിലായിരുന്നു ഇതിൽ ജോയിൻ ചെയ്യുവാൻ തക്കോണം ഇടയാക്കിയാലും നാം കേട്ട ദൈവവചനത്തിനായിട്ട് സ്തോത്രം ചെയ്യാൻ നമ്മുടെ ഇന്നത്തെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വിവിധ ഭാഗങ്ങൾക്ക് നേതൃത്വം നൽകിയവരൊക്കെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മെ നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളെയും, നമ്മോട് വചനം സംസാരിച്ച പ്രിയ അച്ഛനെയും അച്ഛന്റെ ശുശ്രൂഷകളെയും ഒക്കെയും ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അല്പസമയം നമുക്ക് മൗനമായിട്ട് ഈ വിഷയങ്ങളെല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ അന്നമ്മ ജേക്കബ് ആന്റി ഇപ്പോൾ പ്രാർത്ഥിക്കും. കാരുണ്യവാനും മഹാപരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീത നിമിഷങ്ങൾ ഞങ്ങൾക്ക് തന്നതിനായി അങ്ങേ നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവേ. എത്ര വലിയ അനുഗ്രഹപ്പെട്ട വചനം കേൾപ്പാന്, ഈ ആരാധനയിൽ പങ്കുകൊള്ളുവാൻ ഞങ്ങൾക്ക് നൽകിയ വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. സ്തോത്രം. എന്റെ പൊന്നു തിരുമേനി,
ഈ നോയമ്പ് കാലം കർത്താവെ ഞങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുറവുകളെയും ബലഹീനതകളെയും തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ് കർത്താവെ. ഞങ്ങളോട് കരുണ തോന്നണമേ, കരുണ തോന്നണമേ. ആ ദാനിയേലിനെ പോലെ അന്ത്യത്തോളം വിശ്വസ്തരായിരിക്കാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് ഒരുക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. നല്ലൊരു പ്രാർത്ഥനാ ജീവിതം നയിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ കർത്താവെ. ഞങ്ങൾക്ക് കുറവുകളുണ്ട്, ബലഹീനതകളുണ്ട്, ഞങ്ങൾ പാപികളാണെന്ന് തിരുസന്നിധിയിൽ സമ്മതിക്കുകയാണ് പൊന്നുനാഥ. എങ്കിലും ആ 99 വിട്ടേച്ച് ഒരു നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ തിരഞ്ഞറിഞ്ഞു വന്ന കർത്താവെ, നീ തീർച്ചയായും ഞങ്ങളെയൊക്കെ കൈക്കൊള്ളുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പൊന്നുനാഥ. നീ ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ രക്ഷിച്ച് യഥാസ്ഥാനപ്പെടുത്തണമേ. അവിടുത്തെ നന്മയും കരുണയും കൊണ്ട് ഞങ്ങളെ നിറച്ച് സ്വർഗരാജ്യത്തിന് ഞങ്ങളെ അവകാശികളാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുക മാത്രമല്ല, നിന്റെ മക്കളായ സത്യത്തിലും നീതിയിലും നടപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. തിരുഹിതം എന്തെന്നറിഞ്ഞ് അതിന് പ്രകാരമുള്ളൊരു ജീവിതം നയിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾക്ക് വചനം പകർന്നു തന്ന അച്ഛന് വേണ്ടി നന്ദിയോടെ സ്തോത്രം, സ്തോത്രം കർത്താവെ. അച്ഛന്റെ പ്രവർത്തന മേഖലകളെ അനുഗ്രഹിക്കണമേ. കൂടുതലായി നിത്യജീവനെ എങ്കിലേക്ക് അനേകരെ നേടുവാനുള്ള കൃപ നിന്റെ മകന് നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ കർത്താവെ. ആ ദേശത്ത് അവർ നൽകുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും നന്ദിയോടെ സ്തോത്രം, സ്തോത്രം. കൂടുതലായ അനുഗ്രഹങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ അച്ഛനെയും കുടുംബത്തെ അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യങ്ങളെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു, അവരുടെ കുഞ്ഞുങ്ങളെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു കർത്താവെ. അവിടുത്തെ അനുഗ്രഹവും കൃപയും കൊണ്ട് നിറയ്ക്കുമാറാകണമേ. അനേക ആത്മാക്കളെ നേടുവാൻ ഞങ്ങളുടെ അച്ഛനെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന കർത്താവെ. അവിടുന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയായി ഈ ദേശത്ത് നിലനിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ സഭ മൂലം അനേകർ നിങ്ങളിലേക്ക് കടന്നു വരുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ സഭയിലെ ഓരോ രോഗികളെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞാൻ നിന്റെ രോഗത്തിന് സൗഖ്യം തരുമെന്ന് പറഞ്ഞ് യഹോവേ, അവരെയൊക്കെ ഒന്ന് തൊടുമാറാകണമേ, തൊട്ട് സൗഖ്യത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ വാർദ്ധക്യത്തിരിക്കുന്ന ഓരോ വ്യക്തികളെ തിരുസന്നിധിയിൽ സമർപ്പിക്കുകയാണ് കർത്താവെ. നീ വാർദ്ധക്യത്തിലും കൈവിടാതെ സൂക്ഷിക്കുന്ന ദൈവമാകിയ സ്തോത്രം കർത്താവെ. എന്റെ കർത്താവെ, അവരോട് കൂടെ ഇരിക്കണമേ. ആ കഴുകിനെ പോലെ വീണ്ടും ചെറുകടിച്ചു വരുവാൻ തക്കൊണ്ട് അവരെ ശക്തീകരിച്ച് ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു കർത്താവെ. ദുഷ്ടന്റെ ചെങ്കോൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ അധികാരം പുലർത്തുവാൻ ഒരിക്കലും അവിടുന്ന് സമ്മതിക്കരുതേ കർത്താവെ. അവിടുത്തെ കൃപയിൽ നിറച്ച് കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ദൂതന്മാർ അവർക്ക് ചുറ്റും കാവലായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എക്സാം എഴുതുവാൻ പോകുന്ന കുഞ്ഞുങ്ങളെ തിരുസന്നിധിയിൽ സമർപ്പിക്കുകയാണ് കർത്താവെ. നീ അവരോട് കൂടെ ഇരിക്കണമേ കർത്താവെ. അവർ പഠിച്ച് ഓർത്തിരുന്ന് എഴുതുവാൻ തക്കോണം, അവർ പഠിക്കാത്തതും അവരുടെ ഓർമ്മയിൽ കേട്ടതുമായ വചനം ഓരോ കാര്യങ്ങളെ ഓർത്ത് എഴുതുവാൻ തക്കോണം, നല്ല മാർക്കോടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ജയിപ്പാൻ തക്കോണം, ദൈവനാമം മഹത്വപ്പെടുവാൻ തക്കോണം അവിടുന്ന് ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല അനുഗ്രഹം കൊണ്ട് ഞങ്ങളുടെ സഭയെ നിറയ്ക്കണമേ കർത്താവെ. ഓരോ ഭവനങ്ങളെയും വീണ്ടും തിരുസന്നിധിയിൽ തരുന്നു കർത്താവെ. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ കർത്താവെ. വ്യസനത്തിലുള്ള മാർഗം ഞങ്ങളുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ അടിയങ്ങളെ വഴി നടത്തുമാറാകണമേ. അവിടുത്തെ കൃപയാൽ ഞങ്ങളെ പൊതിഞ്ഞ് കർത്താവെ, അവിടുത്തെ രണ്ടാമത്തെ വരവിനെ ഞങ്ങളെ ഒരുക്കുമാറാകണമേ കർത്താവെ. ഞങ്ങൾ ആരും നഷ്ടപ്പെട്ടു പോകാൻ അവിടെ സമ്മതിക്കരുതേ എന്ന് അപേക്ഷിക്കുകയാണ് കർത്താവെ. വീണ്ടും ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളെ സമർപ്പിക്കുന്ന കർത്താവെ. ദാനിയേലിനെ പോലെ വീണ്ടും വിശ്വസ്തരായിരിക്കാന്, ഒരു പ്രാർത്ഥനാ ജീവിതം നയിപ്പാന്, എല്ലാവിധ നന്മകളാലും നിറയപ്പെട്ടവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. സഹനവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ അപേക്ഷിക്കുകയാണ്. കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവിന്റെ പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സുഹൃത്തുക്കളുടെ പിതാവേ, നിന്റെ നാമം വിശദീകരിക്കപ്പെടണമേ, രാജ്യം വരണമേ, ഇഷ്ടം സ്വർഗത്തിലേക്ക് ഒരു ഭൂമിയിലുമാകണം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരും. ഞങ്ങളുടെ കടത്താടെയും വിശ്വസിക്കുന്ന പോലെ കടങ്ങളുടെ ദോഷങ്ങളും ഞങ്ങളെ രാജ്യശക്തി മഹത്വം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ കൂട്ടാണ് നമ്മുടെ ജീവിതാനുഭവങ്ങളും നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന്മേൽ
ഇന്നും എന്നേക്കും കാലാവസ്ഥാനം കൂടാതെ ഉണ്ടായിരിക്കുന്നതാണ്. ഇന്നത്തെ ഈ ഓൺലൈൻ മീറ്റിംഗിൽ ജോയിൻ ചെയ്ത ഏവരോടുമുള്ള നന്ദിയും സ്നേഹവും രേഖപ്പെടുത്തുന്നു. ഇന്ന് നമുക്ക് മുഖ്യ സന്ദേശം നൽകിയത് ബഹുമാനമുള്ള ബിജോ ജോസഫ് അച്ഛനാണ്. അച്ഛൻ വെല്ലൂര് മിഷണറി ആയിട്ട് പ്രവർത്തിക്കുന്നു. വെല്ലൂർ ഗൈഡൻസ് സെന്ററിന്റെ ഡയറക്ടറായിട്ട് ഈ നാളുകളിൽ പ്രവർത്തിക്കുന്നു. അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഈ ലണ്ടൻ പ്രയറിൽ വിവിധ ഭാഗങ്ങൾക്ക് നേതൃത്വം നൽകിയവരുണ്ട്. ഇത് മോഡറേറ്റ് ചെയ്ത കോശി പി തോമസ്, ഇതിന് വേണ്ടുന്ന പവർ പോയിന്റ് റെഡിയാക്കിയത് സ്നേഹ വർഗീസ് ആണ്. അതോടൊപ്പം പാട്ടുകൾക്ക് നേതൃത്വം നൽകിയത് മിഥുൻ ആൻഡ് ഫാമിലി ആണ്. സങ്കീർത്തനം വായിച്ചത് അൻബിൻ സാമാണ്. ലെസൺ വായിച്ചത് മാത്യു വിപിൻ ആണ്. പ്രാർത്ഥിച്ച പ്രിയ അന്നമ്മ ജെ പാൻഡി. ഇവരോടുമുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. നെക്സ്റ്റ് ബുധനാഴ്ചയും അടുത്ത ബുധനാഴ്ചയും നമ്മുടെ ഓൺലൈൻ ലണ്ടൻ പ്രയർ ഉണ്ടായിരിക്കുന്നതാണ്. ഏവരും പ്രാർത്ഥനയോടുകൂടി അതിൽ ജോയിൻ ചെയ്യണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇതിൽ സൂം ആയതുകൊണ്ട് തന്നെ ഇതിൽ ടെക്നിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. നമ്മുടെ നെറ്റ് കട്ടായാൽ അവിടെയൊക്കെയും ലാഗ് ആവും. ഇന്നും അപ്രകാരം സംഭവിച്ചു. നമ്മൾ പല ഇടങ്ങളിലാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ ചെറിയ ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ്, ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. ഇന്നും അതുണ്ടായിരുന്നു. അത് അപ്രകാരമുള്ള ബുദ്ധിമുട്ടുകളും സദയം ക്ഷമിച്ച് ഇതിൽ ജോയിൻ ചെയ്ത ഇതിൽ പൂർണ്ണ സമയം പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഏവരോടുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം ഇപ്രകാരമുള്ള കൂട്ടായ്മകൾ നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ. ഈ നോമ്പുകാലത്തെ ധ്യാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ നന്മകൾ നൽകട്ടെ. ദൈവത്തോടു കൂടെ ചേർന്ന് ജീവിക്കാൻ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഇതിൽ ജോയിൻ ചെയ്ത ഏവരോടുമുള്ള നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു.